ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി എഗ് പ്ലാന്റ് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് കഴുകി ഓവനിൽ വെച്ച ഇതാണ്. ഓവനിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക. സ്ലൈസ് ആക്കിങ്ങാണ്ട് ഉപ്പ് മഞ്ഞപ്പൊടിയും ഒലിവ് ഓയിലും മിക്സ് ആയിങ്ങാണ്ട് ഓവനിൽ വെച്ചു. ഓവനിൽ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതങ്ങനെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഇനി നമ്മൾ മസാല ശരിയാക്കാം. എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ജീരകം പൊട്ടിച്ചിട്ട് ഉള്ളി ഇടുക. ഇത് വൈറ്റ് ഉള്ളിയാണ്, സാധാരണ ഉള്ളി അത് വേണമെങ്കിൽ ചേർക്കാം. ഉള്ളി കുറച്ച് വഴന്ന് വെക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചേർക്കുക. ഈ മസാലകൾ ചേർക്കുക. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറി മസാല, കുറച്ച് മുളക് പൊടി. സാൾട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ സാൾട്ട് ഉപയോഗിക്കലില്ല. അത് ചേർത്തിട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. അതൊന്ന് വഴറ്റി മിക്സാക്കിയിട്ട് തക്കാളി ഗ്രൈൻഡ് ചെയ്തതാണ്, തക്കാളി അടിച്ചെടുത്താണ്. അത് മിക്സാക്കിയിട്ട് തിളച്ച് വരട്ടെ. രണ്ട് 3 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കാം. ഇത് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വഴുതനങ്ങ ഇടാം. റോസ്റ്റ് ചെയ്ത വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അതിൽ ചേർത്ത് സ്വല്പം ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം ചേർക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ്
ഇതിൽ കിടന്ന് വേവണം. വെള്ളം നല്ലോണം വറ്റി ഗ്രേവി ആകണം. ഒരു 5 മിനിറ്റ് മൂടി വെക്കും. അപ്പോൾ അത് ഗ്രേവി എല്ലാം വറ്റി നല്ല തിക്നെസ്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര് ചേർക്കുക, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കൊറിയൻഡർ ലീഫ് ചേർത്ത് മിക്സാക്കുക. ഇനി 2 മിനിറ്റ് മൂടി വെക്കുക. 2 മിനിറ്റ് കൊണ്ട് മൂടി വെക്കുക. ഇത് നമ്മൾ ഓവൻ ട്രേയിലേക്ക് മാറ്റിയിട്ട് ഓവനിൽ വെച്ചിട്ട് ഞാൻ ഡ്രൈ ആക്കും. ഓക്കെ ഗേസ്, ഇതിന് ഓവൻ ഡ്രൈ ആണ്. ഓവൻ ഡ്രൈയിൽ വെച്ചിട്ട് ഞാൻ നല്ലോണം ഡ്രൈ ആക്കും. ഓവനിൽ വെച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുക്കും ഞാൻ. അപ്പോൾ ടേസ്റ്റ് വരുള്ളൂ. ഓക്കെ ഗേസ്, അപ്പോൾ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഗുഡ് ബൈ.